തീർച്ചയായും സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ് നേമത്തേത്. അതിൽ പ്രധാനപ്പെട്ട ഒരു ആരോപണവുമായിട്ടാണ് ഇപ്പോൾ LDF രംഗത്തെത്തുന്നത്. അതിൽ നേമത്ത് BJP മദ്യമൊഴുക്കി വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ആരോപണമായി വരികയും ചെയ്യുന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസമാണ് ആറ്റുകാൽ മേടമുക്കിലെ BJP ഓഫീസിൽ നിന്നും എക്സൈസ് മദ്യം പിടികൂടുന്നത്. അതിൽ 336 ലിറ്റർ മദ്യമാണ് പിടികൂടിയത്. പക്ഷേ പിന്നീട് അത് 6 ലിറ്റർ മദ്യമാക്കി കേസ് ഒതുക്കി തീർക്കാനും അട്ടിമറിക്കാനും ശ്രമിച്ചു എന്നുള്ളതാണ് LDFന്റെ പ്രധാനപ്പെട്ട ആരോപണമായി വരികയും ചെയ്യുന്നത്. അതിൽ LDF ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിലൊരു ഇടപെടൽ നടത്തുന്നില്ല, കൃത്യമായിട്ടുള്ളൊരു നടപടികൾ എടുക്കുന്നില്ല എന്നുള്ളതാണ് LDFന്റെ ആരോപണമായി വരികയും ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട LDF സ്ഥാനാർത്ഥി V ശിവൻകുട്ടിയുടെ ചീഫ് ഇലക്ഷൻ ഏജന്റ് ആയിട്ടുള്ള ജയൽകുമാറാണ് ആരോപണം ഉന്നയിക്കുകയും അതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുകയും ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ പരശുരാമ ക്ഷേത്രത്തിൽ ബലിയിട്ട് തിരിച്ചു വരുന്നവരോട് വർഗീയത പറഞ്ഞ് BJP വോട്ട് ചോദിക്കാൻ ശ്രമിക്കുന്നതടക്കമുള്ള ആരോപണങ്ങളും LDF ഉന്നയിക്കുന്നുണ്ട്. അതേസമയം BJPയുടെ അതുപോലെ തന്നെ BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന്റെയും വിശദീകരണം എന്ന് പറയുന്നത് തോൽവി ഉറപ്പായപ്പോൾ ഉണ്ടാകുന്ന ആരോപണങ്ങൾ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇങ്ങനൊരു സംഭവമില്ല, അത് മദ്യമൊഴുക്കി വോട്ട് ചോദിക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖരും BJP നേതൃത്വവും ഇതിനൊരു വിശദീകരണമായി പറയുന്നത്. പക്ഷേ LDF ആരോപിക്കുന്നത് അത് അങ്ങനെയല്ല എന്നുള്ളതാണ്. മദ്യമൊഴുക്കി വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു, അതുപോലെ തന്നെ വർഗീയത പറഞ്ഞ് വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്.